പോയ സൗണ്ട് തിരിച്ചു വരും വരും വിചാരിച്ച് കാത്ത് നിന്ന് ഇത്രയും ദിവസം ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല കേട്ടോ. അവസാനം എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ അടുത്തൊന്നും ഈ ഒരു സൗണ്ട് തിരിച്ചു വരാൻ പോകണില്ല എന്ന്. അപ്പോൾ ഞാൻ ഉള്ള സൗണ്ടിൽ അങ്ങോട്ട് വോയിസും കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാൻ തീരുമാനിച്ചു. അത് നമ്മുടെ കക്കാടംപൊയിലെ രണ്ടാമത്തെ ദിവസത്തെ അവിടെ നമ്മൾ തലേന്ന് രാത്രി കിടക്കുന്നത് വരെയുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ, നമ്മൾ മടങ്ങി പോരുന്ന ദിവസം ആയതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ മക്കളെ. എവിടെ നോക്കിയാലും നമുക്ക് ക്യാമറ ഓഫാക്കാൻ തോന്നില്ല, അത്രയ്ക്ക് വ്യൂ ആണ്. നല്ല കോടമഞ്ഞ് കാണണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കോടമഞ്ഞ് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കിടന്ന് തന്നെ ഒരു 4 മണി 5 മണി ആ ടൈമിലായതുകൊണ്ട് എണീക്കുന്നത് ഞാനൊരു 8 മണി 8:30 ആ സമയത്താണ് കേട്ടോ. നുജുമ് വന്ന് വാതിൽ മുട്ടിയപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത്. ഞാനും തുത്തും മക്കളും എല്ലാവരും ഒരു റൂമിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ആ റൂം ഇതാ മുകൾ വശത്താണ്. അവിടെ 2 സൈഡിലായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബെഡ് ഒരു താഴെയും മുകളിലൊക്കെ ആയിട്ട് നല്ല ബെഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇമ്മ നുജും ഇങ്ങനെ നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ചു കൊടുക്കുകയാണ്. ഇമ്മ അവിടുത്തെ ഒരു ഗ്യാസ് അടുപ്പ് സ്റ്റൗവും അങ്ങനത്തെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, അതിൽ നിന്നൊരു ചായ ഒക്കെ ഉണ്ടാക്കി ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നുജുമിന് പിന്നെ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ ഒരു കട്ടൻ ചായ കിട്ടണം. പക്ഷേ മധുരമൊന്നും വേണമെന്നില്ല, ഒരു കട്ടൻ ചായ കിട്ടണം. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതാ എൻ്റെ ഹസ്ബൻഡിനും പിന്നെ എൻ്റെ ഉപ്പാക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് വേണോ ചോദിച്ചു. എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ ചായൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം പല്ലൊന്ന് തേക്കണം. പല്ല് തേക്കാൻ ഞാനിങ്ങനെ നടക്കണം. അപ്പോൾ അവിടെ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോരുമ്പോൾ തന്നെ ബ്രഷൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഏത് ബാഗിലാണ്, ഇതുമ്മൂൻ്റെ ബാഗിലാണ് തോന്നുന്നത്. അവളോട് അതൊക്കെ ചോദിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് അവിടെ തന്നെ ഇതാകണ്ടോ ഈ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പല്ല് തേക്കാമെന്ന് കരുതി ഞാൻ നേരെ ഇമ്മി കിടക്കുന്ന റൂമാണിത്. അപ്പോൾ ആ റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. ഇവിടെ ഇതും അത്യാവശ്യം നല്ല സൗകര്യമുള്ള എല്ലാ റൂമും അടിപൊളിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വലിയതായിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കിടന്ന റൂമാണ് കേട്ടോ. മുകളിലും താഴെയായിട്ട് ഉള്ള ആ ഒരു റൂമാണ്. അപ്പോൾ ഇതാണ് ഇമ്മാൻ്റെ ഇപ്പാൻ്റെ റൂം. അപ്പം ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരകുട്ടിയായി നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം പല്ലേക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാത്റൂമൊക്കെ പോകണത്. അവിടെയൊക്കെ ഇങ്ങനെ ജനവാതിലൊക്കെ കറക്റ്റ് ചെരിഞ്ഞൊരു ജനവാതിലാട്ടോ. അവിടെ മഞ്ഞിങ്ങനെ വീണിട്ടേ വെള്ളത്തുള്ളികളൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ പല്ലേച്ച് വന്നപ്പോഴേക്കും ഉമ്മ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായി കുട്ടിയെ നിന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തു കൊടുത്ത ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് ചുരിദാറാണ് ഇത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതിട്ട് നിൽക്കണതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. തുത്തു കൊടുത്ത ചുരിദാറുണ്ട്, അതിന് ഷാളില്ല. അത് ഷാളില്ലാത്തൊരു കോഡ് സെറ്റായിരുന്നു. ഇനിയിപ്പോൾ അതിന് സെപ്പറേറ്റ് വെള്ള ഷാൾ വാങ്ങണം. അപ്പോൾ ഇത് ഷാളുള്ളതുകൊണ്ട് ഉമ്മ ഇതങ്ങോട്ട് ഇട്ടു, അല്ലെങ്കിൽ ഏതിടുമോ എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും അതിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റോളം അവിടെ നിന്ന് കുറേ വർത്താനം പറഞ്ഞിങ്ങനെ നിന്നു കേട്ടോ. ഇമ്മ നേരത്തെ എണീറ്റ് കോടമഞ്ഞൊക്കെ കണ്ടം പോലെ നമുക്ക് അതിനൊന്നും ഉണരാനൊന്നും പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇന്നലെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ആ തണുപ്പ് തൊണ്ടവേദനയ്ക്ക് ആ തൊണ്ടവേദനയാണ് ഇങ്ങനെ ഇപ്പോഴും കൊണ്ടെടുക്കുന്നത്. ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് സൗണ്ടേ ഇല്ല. അതൊന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തുനിന്ന് ഏതായാലും ഈ വീഡിയോ ഇടാഞ്ഞാൽ ഇനി എത്ര ദിവസം വെച്ചിട്ട് അതിങ്ങനെ എടുത്ത് വെക്കണത്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാണ്. അപ്പോൾ പിന്നെ ഓരോരുത്തർ എഴുന്നേറ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുള്ളത് അത്ര പാടാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് 8 മണി മുതൽ 10 മണി വരെ എന്നുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിനെല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്യാമറയും പിടിച്ച് നിൽക്കുക, എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ വാതിൻ്റെ അവിടെ നിന്നതാണ്. നീനുട്ടി ഈ മുഖം കുറിപ്പിക്കണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നീലുവിനെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് എടുത്ത് പോയതിന് നീനുട്ടിക്ക് പറ്റിയില്ല. നീനുവിനെ വിളിച്ചില്ല ചായ കുടിക്കാൻ പോകാനേ. നീനോട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നീലുവിനെയും വാങ്ങിയിട്ട് പോകുന്നതാണ്. അപ്പോഴാണ് നീനുവിനെ വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇത് ഞാൻ ആലോചിച്ചതില്ല. അപ്പോൾ ഇങ്ങനെ ഓള് ഉമ്മച്ചിൻ്റെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ കുയിന്ത് കാട്ടണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഈ ഭാഗത്തൂടെ എല്ലാവരും ഇറങ്ങുമ്പോൾ തുത്തു അപ്പുറത്ത് കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഓള് വീഡിയോ എടുത്ത് അങ്ങനെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് തന്നെ ആ ഭാഗത്ത് ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ, വെള്ളപ്പം, കടലക്കറി, സാമ്പാർ, പിന്നെ ബ്രെഡ്, ജാം, മുട്ട, ഈ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നീലു ഇതിൻ്റെ ഒക്കെ തന്നെ ഉണ്ട്. ഒന്ന് മഞ്ഞൊന്നും കാറ്റൊന്നും കിട്ടാതൊക്കെ നല്ല തൊപ്പിയൊക്കെ വെച്ച് കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചായ നല്ല അടിപൊളി ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ഇഷ്ടംപോലെ കുടിക്കാനുണ്ടായിരുന്നു ചായ. നമുക്ക് പിന്നെ അറിയാമല്ലോ ചായയാണ് കൂടുതൽ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എടുത്ത് പോട്ടെ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. എനിക്ക് വീഡിയോ എടുക്കുവാണല്ലോ. അപ്പോൾ ഞാൻ വിട്ടുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനാണ് കഴിഞ്ഞ് എല്ലാവരും ഇരുന്നിട്ട് വേണം എനിക്ക് ഫുഡ് എടുക്കാനെന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. മക്കളൊക്കെ ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് ഉമ്മേനെ എല്ലാവർക്കും ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തതും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ കടലക്കറി, നല്ല കടലക്കറി ഉണ്ടായിരുന്നു. കൂടുതൽ ടേസ്റ്റ് കടലക്കറിയാണ്. സാമ്പാർ വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷേ ചമ്മന്തി ഉണ്ടായിരുന്നു, ഉള്ളിച്ചമ്മന്തി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ദോശ എടുത്തു, പിന്നെ കടലക്കറിയും ഉള്ളിച്ചമ്മന്തിയും അതുപോലെ ഒരു മുട്ടയും. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാമല്ലേ. അപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് ഇങ്ങനെ അവിടെ സെറ്റാക്കി വെച്ച് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നാനി പോലൊക്കെ മുട്ട അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുട്ടയൊക്കെ എന്നും നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കണമല്ലേ, ദോശയും പിന്നെ കടലക്കറിയൊക്കെ കഴിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാതിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് പകുതിയൊക്കെ ആയപ്പോൾ ഐറൂസ് വന്നു. ഐറൂസിനെയും കൊണ്ടിതാ മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നു. പിന്നെ മോളും ഉണ്ട് കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നുജൂമും പിന്നെ മോളുടെ ഹസ്ബൻഡും കൂടി ഇങ്ങനെ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ 2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കലും കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ്. കാരണം ഒരേ പ്രായത്തിലുള്ള 2 മക്കൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു വേറെ രസമാണല്ലോ അല്ലേ കാണാനായിട്ട്. ഞാൻ മാത്രമല്ല തുത്തും വീഡിയോ എടുക്കുന്നുണ്ട് പല ഈ ഒരു കോപ്രായത്തരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ 2 ആളുതാ പിന്നെ ഒക്കെ ഈ ഐറുണ്ടല്ലോ നിജൂമിൻ്റെ അടുത്തേക്ക് പോകണേ ഇല്ല കേട്ടോ. പക്ഷെ നീലു പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അൻസാർ എന്നാണ് കേട്ടോ. അപ്പോൾ നീ ആ പേര് പറയാമല്ലോ. അപ്പോൾ അൻസാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ആയിരം ആരടുത്തേക്ക് പോകണില്ല, നിജുമിൻ്റെ അടുത്തേക്ക് പോകണില്ല. അങ്ങനെ 2 ആളും പിന്നെ കുറേ നേരം അൻസാർ അടുത്ത് ഇങ്ങനെ നടന്നു. അപ്പോഴേക്കും നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നേരം പിന്നെ ബ്രെഡും എല്ലാവരും ബ്രെഡും തിന്നുന്നുണ്ടായിരുന്നു, ദോശയും തിന്നുന്നുണ്ടായിരുന്നു, ഒക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മോള് പിന്നെ ഇതാ റെഡി ആയി വന്നത്. ഓക്ക് നല്ല പനിയായിരുന്നു, രാത്രി വിറച്ച് പനിക്കായിരുന്നല്ലോ. അതുകൊണ്ട് ഓക്ക് എണീക്കാനൊക്കെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ മെല്ലെ സാവധാനത്തിലാണ് ഓൾ എഴുന്നേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഓളാണ് ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് 11:30-12 മണിയാകുമ്പോക്കിന് അവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോകണം. അപ്പോൾ എല്ലാവരും റെഡി ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 12 മണിയാകുമ്പോക്കിന് എല്ലാവരും റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ, നമ്മളെല്ലാവരും ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ഭംഗിയാവല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരോടും വേഗം ഒരുങ്ങാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തവിൽ 2 ഇവിടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പിന്നെ എടുക്കുകയാണ് കേട്ടോ. വീഡിയോസ് കാര്യങ്ങളൊക്കെ തുത്തും നീനും ഇവിടെ എടുക്കുകയാണ്. മോളും ഹസ്ബൻഡൊക്കെ ആയിട്ട് ഓലെ റൂമിലേക്ക് പോയിട്ടുണ്ട് റെഡി ആവാൻ. ഞാനും ഇവിടെ ഉമ്മക്ക് ഇനി റെഡി ആവാനൊന്നുമില്ല, മാറ്റാനൊന്നുമില്ല, എനിക്ക് റെഡി ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവലെ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് റെഡിയായി. അപ്പോൾ ഞാനിതാ ഞങ്ങളിപ്പോൾ 12 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. തുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള പച്ച ടീഷർട്ടും നീല ജീൻസൊക്കെ ഇട്ടു. നീനുട്ടി ആ ഒരു ടോപ്പ്, ബ്ലാക്ക് ടോപ്പ്, അത് ഇന്നലെ ഞങ്ങൾ പോരുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ. നല്ലൊരു ഇപ്പോഴത്തെ ഒരു കോട്ടൺ അങ്ങനത്തെ ടോപ്പുകൾ ഉണ്ടാവില്ല, അതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ അവളതിട്ട് ഇതും പിന്നെ അവളെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സാണ് ഇട്ടത്. അതൊക്കെ ഇട്ട് മക്കളത് അവിടെ റെയിനിട്ടനും ആര്യനും ഒക്കെ പിന്നെ 2 ആളും എപ്പോഴും ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ തുത്തൂരെ മക്കൾ. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. എല്ലാ ഐറ്റംസും പെട്ടിയിലേക്ക് വെച്ചോ എടുക്കാൻ മറന്നോ കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നതും ഒക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം ഒരു ബാക്കി ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അതാണ് എടുക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് തുത്തും ഒക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല എന്ന്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നല്ലോ ഉമ്മൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോളൂന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോളൂൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ നല്ല ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ വണ്ടിയിലാണ് ഗിഫ്റ്റുകൾ. അപ്പോൾ 2 ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓനാണ് ഇപ്പോൾ കൂടുതൽ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയത്. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ അതൊന്ന് എന്തായാലും വീഡിയോ എടുക്കാം എന്ന് വെച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടിയും പാക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ റൂമൊക്കൊന്നും മടങ്ങി പോകില്ല. ഒരുപാട് ഒരു മരമുണ്ട്, നല്ല ഒരു തണുപ്പുള്ളൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര വെയിലാട്ടോ. ഉച്ച ഒരു 11-12 ആയപ്പോഴേക്കൊരു ഭയങ്കര വെയിലായി, ചൂടായി. രാവിലെയുള്ള തണുപ്പൊന്നും 11 ആയപ്പോഴേക്കിന് ഇല്ല കേട്ടോ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ഗിഫ്റ്റാണ് ആദ്യത്തെ ഗിഫ്റ്റ്. 2 ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1ാമത്തെ ഗിഫ്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ മോളൂന് എന്താ വെച്ചാൽ നല്ല ഒരു സാരി വാങ്ങിക്കൊടുക്കണം എന്നായിരുന്നു മോളൂൻ്റെ ആഗ്രഹം. കാരണം ഐറൂൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ് ജനുവരിയിൽ. അപ്പോൾ ആ സമയത്ത് എന്തായാലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉമ്മാക്ക് കൊടുത്ത് വരുമ്പോൾ നമ്മൾ കൊടുത്ത സാരി
സാരി എടുത്തിട്ട് വേണം അമ്മ വരാനെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക വാങ്ങി കൊടുക്കണം, സാരി വാങ്ങി കൊടുക്കണമായിരുന്നു മോളുവിൻ്റെ ഭയങ്കര ആഗ്രഹം. അതാണ് ഈ ഒരു ഗിഫ്റ്റ്. അപ്പോൾ അത് കൊടുത്തതിൻ്റെ ഒരു കൈ കൊടുക്കലും അമ്മ കൊടുക്കലൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ ഇനി ഗിഫ്റ്റ് പൊളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് ഇപ്പോൾ പൊളിച്ച് നോക്കണം എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഗിഫ്റ്റ് പൊട്ടിക്കണമല്ലോ, എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് ഉമ്മാക്ക് അറിയില്ല. അതിൻ്റെ പാക്കറ്റ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം സാരി ആയിരിക്കും, കാരണം കവറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സാരി ആയിരിക്കും എന്ന് അറിയാമല്ലോ. എന്തായാലും പാക്ക് പൊട്ടിച്ച് നോക്കിയപ്പോൾ അടിപൊളിയാണ്, നല്ല അടിപൊളി സാരി. അത്യാവശ്യം എന്താ പറയുക റേറ്റൊക്കെ ആവും, അത്രയും നല്ലൊരു സാരിയാണ്. നല്ല പിന്നെയും ഇനിയിപ്പോൾ ഐറൂസിൻ്റെ ബർത്ത്ഡേക്ക് നല്ല ഉമ്മക്ക് നല്ല പൊളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വരാം. അപ്പോൾ 2 ചുരിദാറും കിട്ടി, ഒരു സാരിയും കിട്ടി, നല്ല അടിപൊളിയാണ്. ഈ ഒരു കളറും സംഭവങ്ങളും നല്ല എന്താ പറയുക സിൽക്കിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയുള്ള ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അതെടുത്ത് വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത ഗിഫ്റ്റ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മോളൂൻ്റെ ഹസ്ബൻഡ് വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കുന്ന ഒരു തിരക്കിലാണ് മക്കളെ. നെറ്റിൻ്റെ വലിപ്പം കണ്ടപ്പോൾ തന്നെ അമ്മ നെട്ടിപ്പോയിട്ടോ, എന്താണെന്നൊരു ക്ലൂ പോലും അമ്മക്ക് കിട്ടണില്ല, എന്താ സാധനം എന്നൊന്നും അമ്മക്ക് മനസ്സിലാവണില്ല. പക്ഷേ വലിയൊരു സംഭവമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സന്തോഷം അമ്മേൻ്റെ മുഖത്ത് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ ഹാപ്പി ആവണം, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുത്ത് എല്ലാവർക്കും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്, തൊത്തുണ്ട്, നീനുണ്ട്, പിന്നെ നുജൂമും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും അതും ഒന്ന് അൺബോക്സ് ചെയ്യണമല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക അതിങ്ങനെ കണ്ട് അതേപോലെ വണ്ടിക്ക് വെക്കണ്ട, നമുക്കൊന്ന് എന്താണെന്ന് തുറന്ന് നോക്കാം എന്ന് പറഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴാണ് ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അത്ര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഉമ്മാക്ക് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇനി പറഞ്ഞിങ്ങനെ ഇതാക്കണ്ടല്ലോ, കാരണം വീഡിയോ എടുക്കുന്നത് കുട്ടികളും എല്ലാവരും മുന്നിലുണ്ടായിട്ട് അത്ര ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ പാക്കൊക്കെ പൊട്ടിച്ച് എടുക്കുകയാണ്, ഈ വണ്ടീൻ്റെ കീ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നേരം നമ്മളടുത്ത് കത്തിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെയോ മോളുടെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് വലിച്ച് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി ഇതുമ്പോൾ കിടന്ന് തോന്നി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കുറേ വീഡിയോ എടുത്തു, പിന്നെ മനസ്സിലായത് ഇപ്പം അടുത്തൊന്നും പൊട്ടിച്ച് തീരൂലാന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ക്യാമറ ഓഫാക്കി അവസാനത പെട്ടി പൊട്ടിച്ചു കിട്ടി. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുള്ള നോൾട്ടൻ്റെ പിന്നെ എന്താ പറയുക ബിരിയാണി പോട്ടാണ് കേട്ടോ. നല്ല ഇനി ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ബിരിയാണി വെക്കാനുള്ള ഒരു ദം ബിരിയാണിയുടെ ഒരു പോട്ടാണ് കിട്ടിയത്. ഉമ്മാൻ്റെ മുഖം എനിക്ക് തോന്നുന്നു വേറെ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോഴും ഇത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നുജൂമ് പറയുമ്പോൾ ഫോണാണ് കൊടുത്തത്, ഞാൻ ഒരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ പിന്നെ ഓരോ ചുരിദാറാന്ന് കരുതാം. പക്ഷേ ഈ ഒരു ബിരിയാണി പോട്ട് കിട്ടിയപ്പോഴുള്ള ഒരു സന്തോഷമൊന്നും വേറെ ഒന്നും കൊടുത്തപ്പോഴും ഉമ്മാൻ്റെ മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇനിയിപ്പോൾ പെരുന്നാൾക്ക് എല്ലാവർക്കും വെക്കാൻ ഉമ്മക്ക് എന്താ വെച്ചാൽ എല്ലാവരും വരുമ്പോൾ വെക്കാനുള്ളൊരു വലിയൊരു ബിരിയാണി പൊട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രാവിലെ പെരുന്നാൾക്കൊക്കെ രാവിലെ വെക്കും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒന്നും കൂടി വെക്കലായിരുന്നു. കാരണം ഞങ്ങളൊക്കെ വരുമ്പോൾ ഞാനും തുത്തൊക്കെ രാത്രിയാണല്ലോ എത്തുക. അപ്പോൾ രാത്രി വേറെ വെക്കലായിരുന്നു ഉമ്മ. പിന്നെ അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ എന്താ ഇതന്നെ മതിയല്ലോ, എല്ലാവർക്കും വെക്കാനുള്ള രാവിലെ തന്നെ വെക്കാം. അങ്ങനെ ആ ഒരു കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ നമ്മളിൽ ഒരുപാട് മെമ്മറീസൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനി നമുക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാമെന്ന് കരുതി. പിന്നെ ഈ കാണുന്ന ഒരു ഫോട്ടോ എന്താ വെച്ചാൽ ഇമ്മാൻ്റെ പേരക്കുട്ടികൾ മാത്രമാണ് കേട്ടോ. അതിലുള്ള ഈ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, അവിടെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ ഐറുമില്ല കേട്ടോ. ഐറു പേരക്കുട്ടിയല്ലേ, പേരക്കുട്ടികൾ മാത്രം, അതായത് എൻ്റെ മക്കൾ, തൊത്തൂൻ്റെ മക്കളും പിന്നെ രുജുവിൻ്റെ മകനും, അങ്ങനെ മാത്രം. ഐറുമില്ല കേട്ടോ. അങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ ഇനി പോസ്റ്റ് ചെയ്യണം, ഇൻസ്റ്റയിലും നമ്മളെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ അവിടെ കുറേ നേരം അങ്ങനെ നിന്നു. ഞങ്ങളിതാ ട്രാവലറിൽ തന്നെ മടങ്ങി. പക്ഷെ മോളും എൻ്റെ ഹസ്ബൻഡും ഒക്കെ മോളുവിൻ്റെ കൂടെ വണ്ടിയിലാണ് കേട്ടോ. അല്ല, മോളുവിൻ്റെ ഹസ്ബൻഡ് വണ്ടിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതിലാണ് പോലും പോരുന്നത്. ഐറൂസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഐറുള്ളത് കൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ ബസ്സിൽ കയറിയതിൻ്റെ ഒരു പേടിയും വെപ്രാളവും ഒക്കെ കൂടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ ഇട്ട്, പിന്നെ എനിക്കെന്താ വെച്ചാൽ ഈ ഒരു ജലദോഷം ഉള്ളതുകൊണ്ട്
പെട്ടെന്ന് റോഡ് ഇങ്ങനെ വളഞ്ഞ് വിഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ ചെവിക്ക് കാറ്റേറി പെട്ടെന്ന് ചെവി അങ്ങോട്ട് അടഞ്ഞു. അതോടുകൂടി പിന്നെ ഞാൻ സൈഡായി. പിന്നെ ഞാൻ അവിടെ കിടക്കുന്നുണ്ടു. അപ്പോൾ അതുകൊണ്ട് അധികം പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അരീക്കോട് എത്തിയപ്പോഴാണ്. അരീക്കോട് തന്നെ നേരെ മമതേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ മൂക്കൊക്കെ അടഞ്ഞ് പിടിഞ്ഞ് ഒരു എന്തോ പോലെ ആയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ നേരെ മമതേ പോയി ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും വരിക്ക് അപ്പം തന്നെ വേഗം കിട്ടി കേട്ടോ. കുറച്ച് തിരക്കുള്ള സമയമാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു ഒഴിവ് അപ്പോൾ ഇങ്ങനെ വേഗം കിട്ടി. എല്ലാവരും മന്തി, കൂടുതൽ ആൾക്കാരും മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അൻസാറ് നെയ്ച്ചോറ് ഓർഡർ ചെയ്തു. പിന്നെ ബാക്കി മക്കളൊക്കെ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയിരുന്നു അവിടെ മാമു തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ കാത്തിക്കാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ മന്തിക്കുട്ടൻ എത്തിയിട്ടുണ്ട്. മന്തി റൈസും ഹണി അൽഫാമുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐറിസ് ഒറ്റക്കനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒറ്റ കഴിക്കണതാണല്ലോ ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും പിന്നെ ചിക്കൻ എല്ലാവർക്കും ഹണി അൽഫാം തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസും ഗീ റൈസും ഒക്കെ വാങ്ങിയവർക്കും ഒക്കെ അൽഫാം തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അങ്ങനെ എല്ലാവരും ഇവിടെ കഴിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ പുറമെ ഞങ്ങൾ ചായ വാങ്ങി. പിന്നെ എന്താ പറയുക, ഈ പാലക്കല്ലേ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന പാലക്ക, അത് വാങ്ങി. അങ്ങനെ എല്ലാവരും നല്ല വയറ് നിറച്ച് ഫുഡ് അടിച്ചിട്ട് തന്നെയാണ് അവിടുന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ആ പ്ലേറ്റൊക്കെ കാലിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ചോറിൻ്റെ ഫുഡടീൻ്റെ കഴിച്ചിട്ടാണ് ഈ പാൽവായ്ക്ക, അതായത് നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന സാബൂൻ്റെ അരിയും പഴമൊക്കെ ഇട്ടിട്ടുള്ള ആ സംഭവം കേട്ടോ. അത് എൻ്റെ അൻസാറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ എല്ലാവർക്കും ഓരോന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് കഴിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ പിന്നെ ആർക്കാ വേണ്ടത് ചോദിച്ചപ്പോൾ അറിയാലോ, നമ്മൾ എന്തായാലും കൈ പൊന്തിക്കും. അപ്പോൾ അങ്ങനെ ചായ വാങ്ങി. ഇതൊക്കെ കഴിച്ച് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിരിയാണ് എല്ലാവരും കേട്ടോ. മമതേന്നാണ് എല്ലാവരും ഇവിടെ പിരിയണത്. മോളുൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കൊണ്ടുട്ടി പോവാണ്. പിന്നെ നീനുട്ടിയും ഞാനും അരി കൊടുക്കാൻ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഓലൊക്കെ ഇതിൽ ട്രാവലറിൽ മഞ്ചേരിക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മമതേന്ന് അങ്ങോട്ട് എല്ലാവരും മടങ്ങി പോവുകയാണ്. ഇനി എന്താ പറയുക, എന്താ കാണുക, ഇനി അടുത്ത ആഴ്ച ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കൂടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്തു. എല്ലാവരും പാട്ടിനും പോയി. ഞാനും നീരുട്ടിയതാ ഒരു ഇതുമ്പും കൂടി ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.